ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. 99 പേരേക്കുന്ന ഒരു ഭയങ്കരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള്? പക്ഷെ അവന്റെ ജീവിതം ആദ്യം മുടി മാറിയ ആ കഥ പറയാൻ നമുക്കിന്ന്. അവനൊരു കൊലപാതകിയായിരുന്നു. 99 പേർക്ക് അവസാനം വരുത്തി. അവസാനം ഒരു ദിവസം അവൻ്റെ മനസ്സിൽ വിഷമം തോന്നുകയും അവനൊരു വൃദ്ധനെ കണ്ടുമുട്ടുകയും എനിക്ക് അള്ളാഹു മാപ്പ് തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. അയാൾ പറഞ്ഞു, ഇല്ല, നീ നരകത്തിൽ പോകും. അവൻ കോപത്തിൽ ജ്വലിച്ചു. അങ്ങനെ ആ വൃദ്ധനെയും കൊന്ന് അവൻ്റെ മരണം 100 അങ്ങനെ അവൻ നിരാശനായി നടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു ജ്ഞാനിയെ കാണുകയും ആ ജ്ഞാനിയോട് ചോദിക്കുകയുണ്ടായി, എനിക്ക് അള്ളാഹു മാപ്പ് തരുമോ എന്ന് ചോദിച്ചു. നീ ഇവിടം വിട്ട് നല്ല നാട്ടിലേക്ക് പോകൂ, അവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ധൃതിയിൽ നടന്നു. കുറേ ഓടി അവൻ തളർന്ന് അവശനായി അവിടെ വീണു. അങ്ങനെ അവിടെ വെച്ച് തന്നെ അവൻ മരണപ്പെടുകയും ചെയ്തു. മലക്കുകൾ വന്നു, ഇവന് സ്വർഗമോ നരകമോ? ചിലർ പറഞ്ഞു 100 പേരെ കൊന്നവൻ. മറ്റു ചിലർ പറഞ്ഞു ഇവൻ പശ്ചാത്തപിച്ചവനാണ്, നല്ല നാട്ടിലേക്ക് നല്ല നന്മയിലേക്ക് ഓടിയവനാണിവൻ. ഒരു മലക്ക് വന്ന് മദ്യം പറഞ്ഞു, ഇവൻ നല്ല നാട്ടിലേക്കാണോ കൂടുതൽ അടുത്തത് അത് ചീത്ത നാട്ടിലേക്കാണോ കൂടുതൽ അടുത്തത്? നമുക്ക് അളന്നു നോക്കാം. അള്ളാഹു കൽപ്പിച്ചു, ഇവൻ സ്വർഗത്തിനടുത്ത ഭൂമിയിലെത്തി, ഇവന് മാപ്പ് ലഭിച്ചു. സൂറ അൽ സുമറിലെ 39-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത്, നിശ്ചയം അള്ളാഹു പൊറുക്കുന്നവനാണ്. റമളാൻ പശ്ചാത്താപത്തിന്റെ മാസം. ഒരു കണ്ണീര് മതി നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ. അള്ളാഹുവെ, നീ ക്ഷമിക്കുന്നവനും ഉദാരമതിയുമാണ്. നീ എന്നോട് ക്ഷമിക്കണമേ, നിശ്ചയം നീ ക്ഷമ ഇഷ്ടപ്പെടുന്നവനാണ്. ഓർക്കുക, നിന്റെ എല്ലാ തെറ്റുകളും അള്ളാഹു പൊറത്തു തരും ഇൻഷാ അള്ളാഹ്.